ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. മഹേഷ് നല്ലൊരു ഗൗണ് കൊണ്ടുവന്നിട്ട് മലറിന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇട്ടതിന് ശേഷം പറയാണ്, മോളെ ഈ ഡ്രസ്സിൽ മോളെ കാണാൻ എന്ത് ഭംഗിയാണ്, എന്ത് സുന്ദരിയായിരിക്കും എന്നറിയോ, അളവെല്ലാം കറക്റ്റായിട്ടുണ്ട്. അപ്പോഴാണ് ചന്ദ്രിക അവിടെ എത്തിയത്. ചന്ദ്രിക എത്തിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ മഹേഷ് ചോദിക്കുക, എന്താ ചന്ദ്രിക ഇങ്ങനെ നോക്കി നിൽക്കുന്നത്, ഞാൻ ഇവൾക്ക് വേണ്ടി വാങ്ങിച്ച ഡ്രസ്സായത്. കൊള്ളാം അല്ലേ, ഇതാ നോക്ക്, ഇവൾക്ക് വേണ്ടി മാത്രമല്ല ഞാൻ നിനക്ക് വേണ്ടി സാരിയും കൊണ്ടുവന്നിട്ടുണ്ട്, നോക്ക്, ഇതാ നോക്ക്, സാരി നോക്ക്. അപ്പോൾ ചന്ദ്രിക പറയാണ്, ഇതൊക്കെ വാങ്ങിത്തരാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞോ, എന്തിനാ ഇങ്ങനെ ഒരു അധിക പ്രസംഗമൊക്കെ കാണിക്കുന്നേ, ഭാര്യയ്ക്കും കുഞ്ഞിനും ഡ്രസ്സ് വാങ്ങാൻ ഞാൻ എന്താ പെർമിഷൻ ചോദിക്കണോ? ചന്ദ്രികയ്ക്ക് ദേഷ്യം വന്നു. ആരാ നിൻ്റെ ഭാര്യയും കുഞ്ഞും? ഇങ്ങനെയൊന്നും സംസാരിക്കരുത് എന്ന് ഞാൻ പല തവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം മഹേഷ് പറയാണ്, ദേ നോക്ക്, കോടതി നമുക്ക് ഇതുവരെ ഡിവോഴ്സ് തന്നിട്ടില്ല, ഒരുമിച്ച് ജീവിക്കാനാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരല്ലേ. ആദ്യം ഈ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വെളിയിൽ പോ. ഞാൻ സാരി വാങ്ങിത്തന്നാൽ നീ ഉടുക്കില്ല. ഇനി അടുത്ത് പോയി ചെവിയിൽ പറയാണ്, ആ സിദ്ധാർത്ഥ് വാങ്ങിത്തന്നാലേ നീ ഉടുക്കുകയുള്ളൂ. അപ്പം തന്നെ അവൾ കൈ ഉയർത്തി അവനെ അടിക്കാൻ ഓങ്ങി. ആ സമയത്ത് അവൻ കയ്യിൽ കയറി പിടിച്ചു. കൈവിട് എന്ന് പറഞ്ഞ് അവൾ മൽപ്പിടുത്തം പിടിക്കുക കൈവിടാൻ വേണ്ടിയിട്ട്. അപ്പം മഹേഷ് പറയാണ്, കുട്ടിയുടെ മുമ്പിൽ വെച്ച് നീ കൈ ഉയർത്തരുത് എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ചന്ദ്രികയെ, നിൻ്റെ കൈ ഞാൻ ഒടിച്ചു കളയും. മലറിന് വിഷമാവുകയെന്ന്. മലർ അമ്മേ അമ്മേ എന്ന് വിളിക്കുന്നുണ്ട്. അവനാണ് കയ്യിൽ പിടിച്ചിട്ട് വിടുന്നുമില്ല, കൈ തിരിച്ച് പിടിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ അവൻ കൈ പിടിച്ച് അതേ രീതിയിൽ തന്നെ തള്ളി അങ്ങോട്ടേക്ക് ഇടുകയാണ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് മലർ വിഷമിച്ചിട്ട് പറയുന്നുണ്ട്, അമ്മേ 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 എന്ന് വിളിക്കുന്നുണ്ട്. മലർ ഓടിപ്പോയി പറയാണ്, അമ്മേ എന്ത് പറ്റി അമ്മേ, അമ്മേ അമ്മേ എന്ത് പറ്റി? ആ സമയത്ത് ചന്ദ്രിക പറയാണ്, തിരിഞ്ഞേ അങ്ങോട്ട് എന്ന് പറഞ്ഞ് ആ ഡ്രസ്സിൻ്റെ സിബൂരി ഡ്രസ്സ് അഴിക്കുകയാണ്. അമ്മേ 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 എന്ന് മലർ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മഹേഷ് ആ സമയത്ത് പറയാണ്, ചന്ദ്രികെ നീ എന്തായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഏയ് ചന്ദ്രികെ ഡ്രസ്സ് ഊര് എന്ന് പറഞ്ഞ് അവൾ ഡ്രസ്സ് ഊരിച്ച് വാങ്ങിച്ചിട്ട് അവൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തു. ആദ്യം ഈ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വെളിയിൽ പോകാൻ. അവൻ ഡ്രസ്സൊക്കെ എടുത്ത് ഒരു കവറിലാക്കി ബാക്കിയുള്ള ഡ്രസ്സൊക്കെ കയ്യിൽ പിടിച്ചിട്ട് പറയാണ്, നീ ഒരുപാട് അധികമാവുന്നുണ്ട്, ഒരു ദിവസം നീ ഇതിനൊക്കെ അനുഭവിക്കും. മലർ സങ്കടത്തോടെ വിളിക്കുകയാണ്, മലർ എന്ന് കരയാണ്. അപ്പോൾ ചന്ദ്രിക ഇടയിൽ കയറിയിട്ട് പറയാണ്, മലർ നിനക്ക് എന്തിൻ്റെ കേടാ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അയാൾ വാങ്ങിത്തരുന്നതൊന്നും എടുക്കാൻ പാടില്ല എന്ന്. അതേപോലെ തന്നെ മഹേഷും ആ ഡ്രസ്സൊക്കെ എടുത്ത് വാരിയെടുത്ത് വെളിയിലേക്ക് പോയി. എന്താ അമ്മേ, ഇനി മേലിൽ അയാൾ വാങ്ങിത്തരുന്ന എന്തെങ്കിലും നീ വാങ്ങിച്ചാൽ പിന്നെ അമ്മ നിന്നോട് സംസാരിക്കുക കൂടി ചെയ്യില്ല. ശരി അമ്മേ, ഇനി ഒരിക്കലും ഞാൻ അയാളുടെ കയ്യിൽ നിന്നും ഒന്നും വാങ്ങിക്കില്ല. ശരി, കരയണ്ട എന്ന് പറഞ്ഞ് മലറിനെ അവൾ മടിയിലേക്ക് ഇരുത്തി. അവൾ മലറിനെ മടിയിലിരുത്തിയിട്ട് ആശ്വസിപ്പിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് മഹേന്ദ്രൻ സാറിനെയാണ്. മഹേന്ദ്രൻ സാർ ഒരിടത്ത് വിഷമിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടത്തേക്ക് ലക്ഷ്മി വരികയാണ്. ഏട്ടാ, ഞാൻ ഏട്ടനെ എവിടെയെല്ലാം അന്വേഷിച്ചു, ഏട്ടൻ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? എന്താ ഏട്ടാ വല്ലാതിരിക്കുന്നേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല ലക്ഷ്മി. അപ്പോൾ ലക്ഷ്മി പറയാണ്, ഏട്ടൻ എന്തിനെക്കുറിച്ചാണ് ആലോചിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നമ്മളെ മോളിപ്പോൾ എവിടെ ഉണ്ടാവും, എന്ത് ചെയ്യായിരിക്കും എന്നൊക്കെയല്ലേ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾ ദൈവാനുഗ്രഹത്താൽ നല്ല സ്ഥലത്ത് നന്നായിട്ട് തന്നെ ജീവിക്കുന്നുണ്ടാവും ഏട്ടാ. അപ്പം മഹേന്ദ്രൻ സാറിന് മനസ്സിൽ തന്നെ പറയാണ്, ഇല്ല ലക്ഷ്മി, നമ്മളെ മോളിപ്പം ജീവിച്ചിരിപ്പില്ല, ജീവനോടെ ഇല്ല അവൾ. നമ്മൾ അവളെ കാണുന്നതിന് മുമ്പ് തന്നെ അവൾ നമ്മളെ വിട്ടുപോയി. ഏട്ടാ, നമ്മളെ മോൾക്കിപ്പോൾ 25 വയസ്സുണ്ടാവും അല്ലേ? അവൾക്കിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും. ഉറപ്പായിട്ടും കഴിഞ്ഞിട്ടുണ്ടാവും, കുഞ്ഞും ഉണ്ടാവും. വീണ്ടും ലക്ഷ്മി പറയാണ്, ജനിച്ചപ്പോൾ നമ്മളെ കുഞ്ഞിനെ കാണാൻ നമുക്ക് ഭാഗ്യം കിട്ടിയില്ല. പക്ഷേ അവൾക്കിപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞിനോടൊപ്പമായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. പിന്നെ ലക്ഷ്മി കാണുന്നത് ചന്ദ്രിക മലറിന് ചോറ് വാരി കൊടുക്കുന്നതാണ്. അവളെ വീട്ടിൻ്റെ സ്റ്റെപ്പ് മേൽ ഇരുന്നിട്ട് ചോറ് വാരി കൊടുക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി പറയാണ്, ഏട്ടാ അങ്ങോട്ട് നോക്കിയേ. ചന്ദ്രിക അവളുടെ മോൾക്ക് ചോറ് വാരി കൊടുക്കുന്നു. അതേപോലെ നമ്മളെ മോളും അവളുടെ കുഞ്ഞിനോടൊപ്പം എവിടെയെങ്കിലും ഉണ്ടാവും. അപ്പോൾ മഹേന്ദ്രൻ സാറ് മനസ്സിൽ കാണുക, അതെ, നമ്മളെ മോളും ഇപ്പോൾ ജീവനോടെ ഉണ്ടെങ്കിൽ ചന്ദ്രികയുടെ മലറിനെ പോലെ തന്നെ ഇപ്പോൾ ചോറ് വാരി കൊടുത്തുകൊണ്ട് എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവും. പിന്നെ ചന്ദ്രിക കോളേജിൽ ഒരു മൂലയിൽ ഇരിക്കുകയാണ്. അപ്പോൾ അവളുടെ ഫ്രണ്ട് അവൾ വന്നിട്ട് പറയാണ്, ചന്ദ്രികയെ, അന്ന് നിൻ്റെ ഹസ്ബൻഡ് കോളേജിൽ വന്നിട്ട് പോയതിൽ പിന്നെ നീ അവരെ കണ്ടിരുന്നോ?
എന്താ ചന്ദ്രികയെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നേ? അയാൾ എൻ്റെ ഹസ്ബൻഡ് എന്നൊന്നും പറയല്ലേ അനു. ഓ സോറി 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 സോറി. ഇനി ഞാൻ അയാളെക്കുറിച്ച് പറയില്ല. ശരി വാ നമുക്ക് കഴിക്കാം. ആ എനിക്ക് വിശപ്പില്ല, നീ പോയി കഴിച്ചോ. അപ്പോൾ അനു പറയാണ്, ഓ ഇന്ന് ഭക്ഷണം കൊണ്ടുവന്നിട്ടില്ല അല്ലേ? ചന്ദ്രിക ആ ആ ആ എന്ന് പറയാണ്. അപ്പോൾ അവൾ പറയാണ്, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് 2 പേർക്കും ഷെയർ ചെയ്ത് കഴിക്കാം. ഇല്ല അനു, എനിക്ക് വിശക്കുന്നില്ല, നീ പോയി കഴിച്ചോ. നീ കഴിച്ചില്ലെങ്കിലും സാരമില്ല, എനിക്കൊരു കമ്പനിയെങ്കിലും താ, വാ എണീക്ക്. അത് കേട്ട് ചന്ദ്രിക അവൾക്കൊപ്പം തന്നെ എണീറ്റ് പോയി ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് ഇരിക്കുകയാണ്. അപ്പോൾ വേറൊരു കുട്ടി വന്നിട്ട് പറയാണ്, ചന്ദ്രികെ ഇതാ നിനക്ക് തരാൻ വേണ്ടി ഈ ലഞ്ച് ബോക്സ് നിൻ്റെ ഭർത്താവാണ് എന്നെ ഏൽപ്പിച്ചത്, ഇതാ വാങ്ങിച്ചോ. അപ്പോൾ ചന്ദ്രിക ചോദിക്കുകയാണ്, ഇതെപ്പാ നിങ്ങളുടെ കയ്യിൽ തന്നത്? കുറച്ച് നേരം മുമ്പാണ്. അപ്പോൾ അവൾ പറയാണ്, നിൻ്റെ ഭർത്താവിന് നിന്നോട് ഭയങ്കര സ്നേഹമാണെന്ന് തോന്നുന്നല്ലോ. കോളേജിൽ തേടി വന്നിട്ട് ലഞ്ച് ബോക്സൊക്കെ തന്നിട്ട് പോകുന്നു. കോളേജിൽ നിന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ അപ്പോൾ ശ്രദ്ധ ഇതിനേക്കാൾ കൂടുതലായിരിക്കുമല്ലോ. 2 പേരും അതും പറഞ്ഞ് ചിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക വല്ലാതെയായി, അനു ഒരു വല്ലാതെയായി. അപ്പോൾ അവർ തന്നെ പറയാണ്, എന്താ ചന്ദ്രികയെ, നിൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത് നീയും അയാളും തമ്മിൽ പിരിഞ്ഞിരിക്കുകയാണ് എന്നാണല്ലോ. പുള്ളിക്ക് എന്തുമാത്രം വിഷമമുണ്ടെന്നറിയോ? നിൻ്റെ കൂടെ തന്നെ ഒരുമിച്ച് ജീവിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നീയാണ് വേണ്ട വേണ്ട എന്ന് പറയുന്നതെന്ന്. നിന്നെ ഇങ്ങനെയൊക്കെ സ്നേഹിക്കുന്ന ഒരാളെ നീ എന്തിനാ വേണ്ടാന്ന് പറയുന്നത്? ദേ നോക്ക്, ദയവ് ചെയ്ത് അയാളെക്കുറിച്ച് എന്നോട് സംസാരിക്കരുത്. നിങ്ങൾക്ക് അയാളെക്കുറിച്ച് ഒന്നും അറിയാഞ്ഞിട്ടാ. ഈ ലഞ്ച് ബോക്സിലുള്ളത് നിങ്ങൾക്കായിരിക്കും വേണേ കഴിച്ചോ. സോറി ചന്ദ്രികെ, ഞങ്ങൾ തെറ്റായിട്ട് എന്തെങ്കിലും സംസാരിച്ചോ? നിങ്ങൾ തെറ്റായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല, പക്ഷേ മോശമായ ഒരാളോട് സംസാരിച്ചിട്ട് വന്നിട്ട് എന്നോട് സംസാരിക്കാതിരുന്നാൽ മതി. സോറി ചന്ദ്രികെ. അവർ പോയി കഴിഞ്ഞപ്പോൾ ചന്ദ്രിക അനുവിനോട് പറയാണ്, കണ്ടില്ലേ അനു, ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അത് തന്നെ അയാൾ ചെയ്യുന്നു. ഇങ്ങനെയാ ദിവസം എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് അനു. പക്ഷേ എൻ്റെ മോളുടെ ജീവൻ രക്ഷിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ, അതുകൊണ്ട് മാത്രം ഇയാൾ ചെയ്യുന്നതൊക്കെ ഞാൻ ക്ഷമിച്ചു കളയുന്നത്. വീണ്ടും അവൾ പറയാണ്, അനു ചന്ദ്രികെ, നിൻ്റെ കുഞ്ഞിന് വേണ്ടി മഹേഷിനോട് ക്ഷമിച്ച് നിനക്ക് ഒന്നിച്ചൂടെ? ഞാൻ ജീവൻ കളയും എന്നല്ലാതെ ആ മഹേഷിനോടൊപ്പം എനിക്കൊരു ജീവിതമില്ല. ഇനി ഞാൻ അയാളിൽ നിന്നും ചതിക്കപ്പെടാൻ തയ്യാറല്ല അനു. ശരി ശരി ശരി. ഇനി നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഞാൻ നിന്നോട് സംസാരിക്കുന്നേയില്ല. വിട്ടേക്ക്, നമുക്കിത് ഷെയർ ചെയ്ത് കഴിക്കാം. വേണ്ട അനു, നീ തന്നെ കഴിച്ചോ. അല്ല, കുറച്ചെങ്കിലും കഴിക്ക്. ആദ്യം നീ കഴിക്കാനോ, ഞാൻ പിന്നെ കഴിച്ചോളാം. പിന്നെ കാണിക്കുന്നത് ആരതിയെയും അവളുടെ ഫ്രണ്ടിനെയുമാണ്. അവളുടെ ഫ്രണ്ട്, അതായത് ആരതിയെയും കൂട്ടിയിട്ട് വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ വീട്ടിലെത്തിയിട്ട് വണ്ടി നിർത്തിയിട്ട് അവളോട് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഇറങ്ങിയിട്ട് അവൾ ചോദിക്കുകയാണ്, ഏയ് നിൻ്റെ വീട്ടിലേക്ക് എന്തിനാണ് വന്നത്? എൻ്റെ വീട്ടിലേക്കല്ല നീ എന്നെ ഡ്രോപ്പ് ചെയ്യേണ്ടത്. വാ വാ വാ, എന്നെ എൻ്റെ വീട്ടിലേക്ക് വിട്. നിൻ്റെ വീട്ടിലേക്ക് എന്തിനാ എന്നെ കൂട്ടിക്കൊണ്ട് വന്നത്? ഒരു അരമണിക്കൂറെങ്കിലും നിനക്ക് എൻ്റെ വീട്ടിലിരിക്കാൻ പറ്റില്ലേ? ഏയ് ഡെയിലി ഫുൾ ഡേ ഞാൻ നിൻ്റെ കൂടെ തന്നെയല്ലേ ഉള്ളത്. ഇനി അരമണിക്കൂർ നിൻ്റെ വീട്ടിലും വന്നിരിക്കണോ? ഏയ് ഇതുവരെ നീ എൻ്റെ വീട്ടിൽ വന്നിട്ടേ ഇല്ല, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. നിൻ്റെ വീട്ടിൽ നിൻ്റെ പാരൻസൊക്കെ ഉണ്ടോ? ഇപ്പം വീട്ടിൽ ആരുമില്ല, എല്ലാവരും നാട്ടിലേക്ക് പോയിരിക്കുക. അയ്യോ, അച്ഛനും അമ്മയും ഇല്ലാത്ത വീട്ടിലേക്കൊന്നും ഞാൻ വരില്ല. അപ്പം നിനക്കെന്നെ വിശ്വാസമില്ല അല്ലേ? അങ്ങനെയല്ലേ? വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ എന്തോ വല്ലാത്ത പേടി തോന്നടാ. ഞാനെന്താ സിംഹോ പുലിയോ മറ്റാണോ നിന്നെ കടിച്ചു തിന്നാൻ? പേടിക്കാതെ അകത്തോട്ടേക്ക് വാ. ആ ആരതി, ഇല്ല ഇല്ല ഇല്ല, ഞാൻ വീട്ടിലേക്ക് പോവാ. നീ ഇപ്പം എൻ്റെ വീട്ടിലേക്ക് വന്നില്ലെങ്കിൽ ഞാൻ പിന്നെ നിന്നോട് സംസാരിക്കില്ല. ഞാനെന്താ എപ്പോഴും നിന്നെ എൻ്റെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ടോ ഇങ്ങനെ പേടിക്കാൻ? പ്ലീസ്. നിങ്ങളൊക്കെ വലിയ പണക്കാരാ, ഈ ചെറിയ വീട്ടിലേക്കൊന്നും വരില്ലല്ലോ. എന്താടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇപ്പം എന്താ, നിൻ്റെ വീട്ടിലേക്ക് വരണം, അത്രയല്ലേ ഉള്ളൂ? ശരി വരാം. ശരി, ഒരു കാര്യം പറഞ്ഞേക്കാം, അവിടെ വന്ന് നീ എന്നോട് ഒരടുപ്പവും കാണിക്കാൻ പാടില്ല. നീ അങ്ങനെ പേടിക്കൊന്നും വേണ്ട. എന്നെ വിശ്വസിച്ച് ധൈര്യമായിട്ട് വാ. വാ വാ വന്നേ. അവൾ മടിച്ച് പോയി. വാ ആരതി, നടക്ക്. അവൻ വീട്ടിൻ്റെ ഡോറിൻ്റെ ലോക്കൊക്കെ മാറ്റി വീട്ടിലേക്ക് കയറി. എന്നിട്ട് പറയാണ്, വാ ആരതി, നിൻ്റെ വലത് കാല് വെച്ച് തന്നെ കയറ്. അകത്ത് കയറിയപ്പോൾ അവൻ പറയാണ്, നിൻ്റെ വീടിനത്ര വലിയ വീടൊന്നുമല്ല. അപ്പോൾ ആരതി പറയാണ്, ഞാൻ നിൻ്റെ വീട് കണ്ടൊന്നുമല്ല നിന്നെ സ്നേഹിച്ചത്, നിൻ്റെ മനസ്സ് കണ്ടാ സ്നേഹിച്ചത്. വരൂ, വന്നിരിക്ക്, വാ. 2 പേരും പോയി സോഫമേൽ ഇരുന്നു.
അവൻ പിന്നെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, കഴിക്കാൻ എന്താ വേണ്ടത്? ഒന്നും വേണ്ട. ഫസ്റ്റ് ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഒന്നും കഴിക്കാതെ പോകുന്നത് ശരിയല്ല. ശരി, ഇപ്പം വരാം. അവൻ പറയാ, ഇതാ നീ ടി വി കണ്ടുകൊണ്ടിരിക്കേ, ഞാൻ പോയി നിനക്ക് ജ്യൂസ് എടുത്തുകൊണ്ട് വരാം. അവൻ ജ്യൂസ് എടുക്കാൻ വന്നു. അപ്പോൾ അതിനുശേഷം അവൻ്റെ കയ്യിലൊരു പൊടി ഉണ്ടായിരുന്നു. ആ പൊടി അവൻ്റെ കയ്യിലിട്ടിട്ട് പറയാണ്, ഇത് വലിച്ചു കയറ്റുമ്പോൾ തന്നെ ഭയങ്കരം. അപ്പോൾ അത് ജ്യൂസിൽ കൂടി ഇട്ടിട്ട് അവൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവൾ വേഗം മയങ്ങിക്കോളും. പിന്നെ അവൻ ആ ജ്യൂസിൽ നല്ലതുപോലെ പൊടിയും ചേർത്ത് അവൾക്ക് കൊണ്ടു കൊടുക്കുകയാണ്. അവൻ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന അവളെ സന്തോഷത്തോടെ നോക്കിയിട്ട് ജ്യൂസുമായിട്ട് അവളുടെ അടുത്ത് പോവാണ്. ഇതാ എന്ന് പറഞ്ഞ് അവൾക്ക് ജ്യൂസ് എടുത്ത് കൊടുക്കണം. എന്നിട്ട് അവനോട് എടുത്തിട്ട് പറയാണ്, ചേസ് ചേസ് എന്ന് പറഞ്ഞ് അവളും കുടിക്കുകയാണ്. അപ്പോൾ അവൻ കുടിക്കുന്നത് തന്നെ അവൻ നോക്കി നിൽക്കുക. അവളത് കുടിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കോൾ വന്നത്. അപ്പോൾ അവൻ പറയാണ്, അച്ഛനാണ് വിളിക്കുന്നത്, ഞാൻ സംസാരിച്ചിട്ട് വരാം. ശരി, ഓക്കേ. അവൾ കുറച്ച് കുടിച്ചതേ ഉള്ളൂ. ബാക്കി കയ്യിൽ നിന്ന് ഗ്ലാസ് താഴെ ടേബിളിൽ വെച്ചു. അതിനുശേഷം അവൻ ഫോൺ ചെയ്തതിന് ശേഷം തിരികെ വരുമ്പോൾ അവൻ കാണുന്നുണ്ട് അവളൊരു മയക്കത്തിലാണുള്ളത്. അപ്പോൾ അവൻ പറയാണ്, ഞാൻ ജ്യൂസിൽ കലക്കി കൊടുത്ത ജ്യൂസ് മയക്കുമരുന്ന് എഫക്റ്റ് ചെയ്ത് തുടങ്ങിയെന്ന് തോന്നുന്നു എന്ന് വിചാരിച്ചുകൊണ്ടാണ് വരുന്നത്. കാരണം അവൾ ഒരുമാതിരി തലയ്ക്ക് കൈയൊക്കെ കൊടുത്തിട്ട് ക്ഷീണാകുന്ന രീതിയിലാണുള്ളത്. എന്നിട്ട് അവൻ ചിന്തിക്കുക, നിന്നെ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിന്നെ വെച്ച് ഞാൻ ലൈഫിൽ സെറ്റിലാവും. അവൻ അടുത്തേക്ക് വന്ന് പറയാണ്, ആരതി വേറെ എന്തെങ്കിലും കഴിക്കുന്നോ? വേണ്ടടാ, ഇതെന്ത് ജ്യൂസാ തന്നേ? ഇത് കുടിച്ചത് മുതൽ എനിക്ക് വല്ലാതെ തലചുറ്റുന്നു. ഇത് സാധാരണ ജ്യൂസ് തന്നെയാ, നീ പേടിക്കണ്ട. ഇത് കുടിച്ചപ്പോൾ സാധാരണ ജ്യൂസ് പോലെയല്ല തോന്നിയത്. സത്യമായിട്ടും ഇത് സാധാരണ ജ്യൂസാ. ഇതാ ഞാൻ കുടിച്ച് കാണിക്കാം. ഇപ്പം വിശ്വാസമായോ? വിശ്വാസമായി, പക്ഷേ ഒരുമാതിരി തലചുറ്റുന്നത് പോലെ. അപ്പോൾ നിനക്കെന്നെ വിശ്വാസമില്ല അല്ലേ? ഇത് കുടിച്ച് നോക്ക്. ഇത് വേണ്ട, ഞാൻ പോവുക. എണീറ്റ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ പറയാണ്, ആരതി എന്താ ആരതി ഇത് വന്ന ഉടനെ തന്നെ പോവുകയാണോ? കുറച്ച് നേരം കൂടി ഇരിക്കേ. വേണ്ട അമ്മ അന്വേഷിക്കും, ഞാൻ പോവുക. ഈ അവസ്ഥയിൽ എങ്ങനെയാ ആരതി പോവുക? ആരതി നീ ഒന്ന് സമാധാനിക്കൂ, ഒരു മിനിറ്റ് ഇരിക്കും ഇവിടെ, ഒരു മിനിറ്റ് ഇരിക്കേ. ഇല്ല എനിക്ക് പറ്റില്ല, ഞാൻ പോവുക. അതെ സംസാരിച്ചിട്ട് പോവാം, നീ ഇവിടെ ഇരിക്കേ. ഇല്ല എനിക്ക് പറ്റില്ല, ഞാൻ പോവുക. ഇല്ല എനിക്ക് പോകണം എന്ന് പറഞ്ഞ് അവൾ ഒരുമാതിരി കളിക്കുകയാണ്. അപ്പോൾ അവൻ പറയാണ്, ശരി എന്നാൽ നീ ഇവിടെ ഇരിക്കുക, എന്നിട്ട് അതിന് ശേഷം പോവാം. അപ്പോൾ ഡ്രസ്സിൽ ജ്യൂസൊക്കെ ആയി. അപ്പോൾ പറയാണ്, വെള്ള ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. അപ്പം പറയാണ്, എൻ്റെ ഡ്രസ്സിൽ മുഴുവൻ ജ്യൂസാക്കിയല്ലോ, ഇനി എങ്ങനെ ഞാൻ പോവും? ശരി ഓക്കെ, നീ ചെന്ന് വാഷ്റൂമിൽ പോയിട്ട് ഒന്ന് കഴുകിക്കളഞ്ഞേക്ക്. വാഷ്റൂം എവിടെയാ? വാ ഞാൻ കാണിച്ചു തരാം. നീ വന്നേ എന്ന് പറഞ്ഞ് അവൻ മുകളിലേക്കാണ് കൂട്ടിക്കൊണ്ട് പോകുന്നത്. പതുക്കെ കയറ്, പതുക്കെ. അപ്പോഴേക്കും മുകളിലെത്തുമ്പോഴേക്കും അവൾ തീരെ അവശയായി. അങ്ങനെ അവൻ്റെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി കിടത്തിയിരിക്കുകയാണ് അവളെ. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും ബൈ.